മുന്നണി പ്രവേശനത്തിന്റെ കാര്യത്തിൽ 2 ദിവസത്തിനകം തീരുമാനം അറിയിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന നിലപാട് പി.വി. അൻവർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ അൻവറിന്റെ വീട്ടിലേക്കെത്തി ചർച്ച നടത്തുകയായിരുന്നു. കോൺഗ്രസിന്റെ കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ, അതുപോലെ KPCC ജനറൽ സെക്രട്ടറി കെ ജയന്ത് എന്നിവരാണ് ഉദായിലെ വീട്ടിലെത്തി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷമുള്ള അവരുടെ പ്രതികരണം ഇത് തീർത്തും സൗഹൃദ സന്ദർശനം എന്നുള്ളതാണ്. ബാക്കി മുന്നണിയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും അൻവറിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ടുമൊക്കെ നേതൃത്വമാണ് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. തങ്ങളുടെ കൂടിക്കാഴ്ച അത് തീർത്തും സൗഹൃദപരം, കാലങ്ങളായുള്ള സുഹൃത്തുക്കളാണ്, അതിൻ്റെ ഭാഗമായുള്ള സന്ദർശനമെന്നാണ് നേതാക്കൾ വിശദീകരിക്കുന്നത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ സാഹചര്യം, അൻവർ മുന്നോട്ട് വെച്ച ഉപാധി, അൻവർ കടുംപിടുത്തം തുടരുന്ന സാഹചര്യം, അൻവറിനെ അനുനയിപ്പിക്കാനുള്ള UDF നേതാക്കളുടെ ശ്രമം, ഇതിനൊക്കെ ഇടയിലാണ് പ്രവീൺകുമാറും കെ ജയന്തും വീട്ടിലേക്കെത്തി കൂടിക്കാഴ്ച നടത്തിയത്. അവർ സൗഹൃദ സന്ദർശനം എന്നാണ് അതിനെ വിശദീകരിക്കുന്നത്. അങ്ങനെയാണോ വിപിൻ? അതെ, ആ സൗഹൃദം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന ചോദ്യത്തിന് സന്തോഷത്തോടെയാണ് മടങ്ങുന്നത്. ആ സൗഹൃദം നീണ്ടു നിൽക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ഈ മുന്നണിയിലെടുക്കുന്ന കാര്യത്തിലൊക്കെ അത് UDFന്റെ നേതൃത്വമാണ് ആ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും ഞങ്ങളുടെ സൗഹൃദം ഇതുപോലെ തന്നെ തുടരും എന്നുള്ളതാണ് അവർ പറഞ്ഞു പോകുന്നത്. 1.5 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് ഇപ്പോൾ ഒതായിലെ പി.വി. അൻവറിന്റെ വീട്ടിൽ വെച്ച് നടന്നത്. അതൊരു അനുനയ ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. ഇന്നലെ മുൻ KPCC അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ മഞ്ചേരിയിലെത്തി കൂടിക്കാഴ്ച പി.വി. അൻവറുമായി നടത്തിയിരുന്നു. ഇന്നലെയാണ് കോൺഗ്രസ് തീരുമാനിച്ച UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല, വിജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ഒരു വലിയ കലാപക്കൊടി പി.വി. അൻവർ ഉയർത്തുന്നത്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ നയങ്ങൾക്കും എതിരായിട്ടുള്ളൊരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്നലെ പി.വി. അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതോടുകൂടിയാണ് വലിയൊരു ആശയക്കുഴപ്പം UDFനെ സംബന്ധിച്ചും ഉണ്ടായത്. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ വളരെ നാടകീയമായ രംഗങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മളൊക്കെ കാണുന്നതാണ്. കാരണം 2 ദിവസത്തിനകം തന്നെ UDFിലേക്കുള്ള മുന്നണി പ്രവേശനം സാധ്യമായില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം നിലയ്ക്ക് ഒറ്റയ്ക്ക് തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ളത് പി.വി. അൻവർ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം PK കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്കെത്തി അവിടെ ഒരു അനുനയ ശ്രമം ഉണ്ടാകുന്നു. താൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് PK കുഞ്ഞാലിക്കുട്ടിയെ ബോധ്യപ്പെടുത്തുന്നു. ഇന്ന് വൈകുന്നേരം നടക്കുന്ന നേതൃയോഗത്തിന് ശേഷം അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി മുന്നണി പ്രവേശനം മാത്രമാണ് പി.വി. അൻവറിന്റെ മുന്നിലുള്ള ഒരു കാര്യം എന്നുള്ളത്. VS ജോയിയോ ആര്യാടൻ ഷൗക്കത്തോ ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ളതൊക്കെ രണ്ടാമത് എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണ്. മുന്നണി പ്രവേശനത്തെ സംബന്ധിച്ച് മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നത്. 5 മാസമായി താൻ കാത്തിരിക്കുകയാണ്. അതിലേറ്റവും നിർണായകമായ ഘട്ടത്തിൽ ആ രീതിക്ക് അവർ ഒരു വിലപേശൽ നടത്തി എന്നുള്ളതാണ്. എന്നാൽ അത് UDFനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഘടകകക്ഷികളെ എല്ലാവരെയും സംബന്ധിച്ച് നിലമ്പൂരിൽ വിജയിക്കുക എന്നുള്ളത് വലിയ ഒരു അനിവാര്യതയായി നിൽക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ അവർ പി.വി. അൻവറിനെ പിടക്കാൻ തയ്യാറല്ല. അതിന് കോൺഗ്രസ് തന്നെ നേതൃത്വം നൽകുന്നു. ആ ഒരു അനുനയിപ്പിച്ച് കൂടെ നിർത്തുന്നതിന് വേണ്ടി അതിന്റെ ഭാഗമായിട്ടാണ് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ ജയന്ത്, ഒപ്പം തന്നെ കോഴിക്കോട് DCC പ്രസിഡന്റ് ആയിട്ടുള്ള കെ പ്രവീൺകുമാർ, CMPയുടെ നേതാവ് വിജയ് കൃഷ്ണൻ എന്നിവർ 1.5 മണിക്കൂർ മുൻപ് ഒതായിലെ വീട്ടിലെത്തി കണ്ട് സംസാരിച്ചത്. അവർ നേതൃത്വവുമായി സംസാരിച്ചു എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും പി.വി. അൻവർ ഈ ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 2 ദിവസത്തിനകം തന്നെ എന്തുകൊണ്ട് മുന്നണി പ്രവേശനത്തിന് ഇത്ര കാലതാമസം വരുന്നു എന്നുള്ളത് ഒരു ഉത്തരമില്ല. അതുകൊണ്ട് അതൊന്ന് വേണം എന്നുള്ള ആവശ്യം അവർക്ക് മുൻപിൽ വെക്കുന്നു. ഇപ്പോഴും കൂടിയാലോചനകൾ നടക്കുന്നു. അല്പസമയത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കൾ പി.വി. അൻവറിനെ കണ്ടിരിക്കുന്നു. 1.5 മണിക്കൂറിലേറെ നീണ്ട ചർച്ച, സൗഹൃദ സന്ദർശനം എന്നാണ് നേതാക്കൾ വിശദീകരിക്കുന്നതെങ്കിലും ഇപ്പോഴുള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു അനുനയ നീക്കത്തിനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ആ കൂടിക്കാഴ്ച എന്ന് മനസ്സിലാക്കുന്നു.